നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ആ പഴയ ട്രാക്കിലോട്ട് കയറിയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മുടെ പെരുന്നാൾ പിറ്റേന്നത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഒട്ടുമിക്ക വീഡിയോസിനകത്തും ഞാൻ പറയലുണ്ട്, നമ്മളൊരു കൊട്ടം പറമ്പിലാണ് വീട് വെച്ചിട്ടുള്ളത്, ഇവിടെ ഭയങ്കര ചൂടാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചൂടിന് ചെറുതായിട്ടെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ എന്തായാലും കണ്ടെത്തണമല്ലോ. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കൊടുന്നിട്ടതാണ് ഈ കാണുന്ന തടുക്കുകളൊക്കെ. തടുക്ക് എന്നല്ലാണ്ട് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ ഇങ്ങനെയാണ് പറയല്ലേ. എൻ്റെ കുട്ടിക്കാലത്തെങ്ങാണ്ട് കണ്ടതാണ് ഈ ഒരു ഐറ്റം. പിന്നെ ഈ അടുത്ത കാലത്തൊന്നും ഇത് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയേ ഇല്ല. എനിവേ, ഇത് കുറേ കിട്ടിയിട്ടുണ്ട്, അതായത് അത്യാവശ്യത്തിലധികം ഉണ്ട്. ഇത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൊടുന്നിട്ടത്. അന്നേരം ഞാൻ ഉപ്പച്ചയും കൂടെ കൂടിയിട്ട് കുറച്ചൊക്കെ ഇവിടെ അട്ടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി രാവിലെയാണ് ഇതിൻ്റെ ബാക്കി പരിപാടികൾ എല്ലാം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇവർ രണ്ടാളും കൂടെ അതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഞാനിത് നോക്കി നിൽക്കുകയാണ്. കാരണം നമ്മളിത് കൂടി കൊടുക്കാൻ പാടില്ല. കൂടി കൊടുത്താൽ നമ്മുടെ പണി ആരെടുക്കും? നമ്മൾ തന്നെ എടുക്കണം. അപ്പോൾ പിന്നെ കണ്ടൊഴിഞ്ഞ് മാറി അങ്ങോട്ട് നിൽക്കാം, ദാറ്റ് ഈസ് ബെറ്റർ. കയറൊക്കെ കെട്ടി തടുക്കുകളൊക്കെ ഇങ്ങനെ കൂട്ടം കൂട്ടമാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട്, അതായത് ഓരോ കൂട്ടം എടുത്തിട്ട് മുകളിലോട്ട് കൊണ്ടുപോവാണ്. അവിടെയാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി വരുന്നത്. നമ്മുടെ പെരുന്നാൾ വ്ളോഗ് 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തീനു കേട്ടോ. അപ്പം അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കാണണേ. ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ ഷുവർ ആയിട്ടും ടാഗ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് വാച്ച്. തടുക്കുകളൊക്കെ അങ്ങനെ ഒരുവിധം ഇവിടെ കൊടുന്നിട്ടിട്ടുണ്ട്. ഇനി കുറേ കൊടുന്നിടാനും ഉണ്ട്. അപ്പം ഞാൻ ഐവുട്ടനെയും കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറിപ്പോയി നോക്കുകയാണ് എന്താണ് എങ്ങനെയൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. 1 മിനിറ്റ് പോയിട്ട് 1 സെക്കൻഡ് പോലും ഇവിടെ നിൽക്കൂല. അത്രയും വെയിലാണ്, ഭയങ്കര ചൂടാണ്, സഹിക്കാൻ കഴിയാത്ത ചൂട് എന്നൊക്കെ പറയില്ലേ, അതാണ് അവസ്ഥ. ഫോണും പിടിച്ച് കുറേ നേരം ഒന്നും ഇങ്ങനെ നോളായി നിൽക്കാൻ ആ ഒരു സ്ഥലത്ത് പറ്റൂല കേട്ടോ. അതായത് മറ്റുള്ളവരെ പേടിച്ചിട്ടല്ല, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ചൂടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മറ്റുള്ളവർക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ വീട്, നമ്മുടെ വാർപ്പ്, നമ്മുടെ ഫോണ്, പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം? ദെൻ ഈ തടുക്കുകളൊക്കെ ഇതിൽ കൂടെ ഇല്ലേനെ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ സാധനങ്ങൾ അവിടെയും ഇവിടെയും ചാടിക്കടന്നിട്ട് ആകെ മൊത്തം പൊടിയും അങ്ങനെ മൊത്തം കൊമ്പും ചുള്ളിയും വൃത്തികേടായി കിടക്കുകയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് അടിച്ചു വാരി എടുത്തു കേട്ടോ. എന്തെങ്കിലും ഒരു കുഞ്ഞു കുറുമ്പ് നമ്മൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഐബുട്ടൻ കാണും, അതെല്ലാം എടുത്ത് വായിലിടും. വീടുണ്ടാക്കുമ്പോൾ വൈറ്റ് ടൈൽസ് ആവണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അതായത് ഒരു കോംപ്രമൈസും ഇല്ല ആ കാര്യത്തിൽ. ഇത് അത്രയും നിർബന്ധമായിരുന്നു കേട്ടോ. ഇതിന് ഇതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ അതിൽ കൂടുതൽ പോസിറ്റീവും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സെലക്ട് ചെയ്തത്. നെഗറ്റീവ് വശം പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേരുള്ള വീട്ടിലൊന്നും ഇത് നടക്കൂല. കാരണം അവർ മൂത്രമൊഴിച്ചിട്ടും അത് പരത്തിയിട്ടും ഇത് പരത്തിയിട്ടും ഏത് നേരം നമ്മൾ അതിൻ്റെ പിന്നാലെ തുടക്കാനായിട്ടും അടിക്കാനായിട്ടും നടക്കണം. ഒരു തുള്ളി പൊടികളോ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം ഉറ്റിയാൽ പോലും അതവിടെ കാണും. ചുരുക്കി പറഞ്ഞാൽ നമുക്കൊന്ന് നിവർന്ന് നിൽക്കാൻ സമയം ഉണ്ടാവില്ല. അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരിട പണിക്കൊന്നും ഞാൻ കൂടി കൊടുത്തിട്ടില്ല എന്നുള്ളത്. ബിക്കോസ് എനിക്കിതവിടെ എൻ്റേതായിട്ടുള്ള പണികളുണ്ട്. അതായത് ഫുഡ് കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഐബുട്ടൻ അവിടെ ഇപ്പച്ചൻ്റെ അടുത്ത് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. ആ ടൈം നോക്കിയിട്ട് നമ്മളിതാ കിച്ചണിലോട്ട് ഇറങ്ങിയിട്ട് ഫുഡൊക്കെ അങ്ങോട്ട് റെഡി ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പം മോരുകറി ഉണ്ടാക്കാന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ കാരണം ഇവിടെ പെരുന്നാക്കത്ത് കുറച്ച് ബീഫ് വരട്ട് ബാലൻസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ഒന്നും കൂടെ മിനുക്ക് പണികളൊക്കെ ചെയ്തിട്ട് ഉഷാറാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാധാ ചോറും മോര് കാച്ചിയതും ഈ ഒരു ബീഫും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മെനു വരുന്നത്. സാധാ ചോറ് കാണുമ്പോൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ കഴിക്കാൻ തോന്നും. എന്നാൽ അതൊക്കെ കഴിക്കുമ്പോൾ തോന്നും ഇതിനേക്കാളും നല്ലത് നമ്മുടെ സാധാ ചോറാണ് എന്നുള്ളത്. ഈ ഒരു കൺഫ്യൂഷന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഗ്യാസും കുറ്റിക്കൊക്കെ ഭയങ്കര ക്ഷാമമാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഒരു 10-12 ദിവസമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെയിം ഡേ ഈവനിങ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. ദെൻ അതൊന്നും നമുക്കറിയില്ലല്ലോ, വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പൊതുവേ ഒരുവിധ ആൾക്കാരൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണമുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം അങ്ങനത്തെ പേടികളൊന്നുമില്ല. കറണ്ടിൻ്റെ അടുപ്പുണ്ടായതുകൊണ്ട് തന്നെ അതും ഒരു ആശ്വാസം. അപ്പോൾ ആദ്യം ചോറ് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ തന്നെയാണ് വെച്ച് കൊടുത്തേണ്ടത്. പിന്നെയാണ് ദിമ്മൊക്കെ എടുത്ത് മാറ്റിയത്. നോമ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ വത്തൊക്കെ തീർന്നിട്ടില്ല. അപ്പോൾ ഇപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്, അതൊന്ന് വേറെ തന്നെയാണ്. പൊതുവേ ഭയങ്കരമായിട്ട് തണുത്തിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, അതായത് ഞാൻ ജ്യൂസൊന്നും അങ്ങനെ അധികം കുടിക്കലില്ല. എപ്പോൾ കൂൾ ബാറിൽ കയറുകയാണെന്നുണ്ടെങ്കിലും ഷെയ്ക്ക് കേൾക്കാരും പറയാം കേട്ടോ. അതായത്
ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഓവറായിട്ടുള്ള തണുപ്പിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് ബീഫ് ബാലൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനൊന്നങ്ങോട്ട് മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കായും കൂടെ സെറ്റാക്കണുണ്ട്. അതായത് പൂള പോയി നോക്കി പൂള വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ബട്ട് കിട്ടിയില്ല കേട്ടോ. ഈ ഒരു ചങ്ങായി ആണെങ്കിൽ കിച്ചണിക്ക് വന്നാൽ ഒരു പണിയായിട്ട് എടുത്ത് തരൂല്ല. എന്നാൽ പണി എടുക്കണവർക്കാണെങ്കിൽ ഒരു സ്വൈരും തരൂല. ഈ ഫ്രൂട്ട്സുമ്മലൊക്കെ ഇങ്ങനെ ഈച്ചരിക്കൂലേ പറഞ്ഞ സൗണ്ടിൽ, അതുപോലെ ഇക്കാരം എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ തൊള്ളടങ്ങാണ്ട് സംസാരിക്കാന്ന് പറയില്ലേ. അതായത് നമ്മളിങ്ങനെ ദേഷ്യം പിടിപ്പിക്കും, അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ആളിവിടെ ഉണ്ടെങ്കിൽ ഒരു സ്വൈരം ഉണ്ടാവില്ല. എന്നാൽ ലോറിയിൽ പോയി കഴിഞ്ഞാലാണെങ്കിലോ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഭയങ്കര മിസ്സിങ് ഈ കാര്യം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിതാ നമ്മുടെ ബീഫ് കറിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. ഒരു ലാഭം കണ്ടില്ല, പാത്രം കഴിക്കാൻ പൊട്ടും. ടേസ്റ്റ് വേണ്ടേ? പച്ചക്കറി ഇല്ലല്ലേ, മറ്റേത് പറഞ്ഞാൽ ഇറച്ചി മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടെ അവസ്ഥ കേട്ടോ. ഒരു ഹെൽപ്പായിട്ട് ചെയ്തു തരൂല്ല എന്ന ഒരു ലോഡ് സജഷൻസും കമൻസും റിക്വസ്റ്റും പറയണ്ട. പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നും പറഞ്ഞ് ഓരോ തിരക്കിൽ പെട്ടുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്ത് വെച്ചില്ല കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുത്തത്. ദരിദ്രം 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 അയ്യേ അയ്യേ അയ്യേ. No. No. ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര രസമാണ് കേട്ടോ. അതിപ്പോൾ ഫ്രൂട്ട്സ് തന്നെ ആവണമെന്നൊന്നുമില്ല, ഒരു നിർബന്ധമില്ല. ഫോണും കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിക്കാൻ വേണം. നിങ്ങൾക്ക് അങ്ങനത്തെ ആ ഒരു വൈബ്, ആ ഒരു സ്വഭാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് രാവിലെ തന്നെ നമ്മൾ ഈ തടുക്കെടുക്കണ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴേക്ക് ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു 8 മണി എങ്ങാണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ മുറ്റത്ത് വെയിൽ വന്ന് ഇങ്ങോട്ട് തറച്ച് നിൽക്കുമെന്ന് പറയില്ലേ, ആ അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ആ നേരം അടിച്ചു വാരൽ പരിപാടിയേ ഇല്ല. അടിച്ചു വാരുകയാണെന്നുണ്ടെങ്കിൽ നന്ന രാവിലെ അടിച്ചു വാരും, അല്ലാന്നുണ്ടെങ്കിൽ ഇതാ വൈകുന്നേരം ഇക്കാരം അടിച്ചു വാരാം കേട്ടോ. ഇതിപ്പം ഈവനിങ് തന്നെയാണ് ഞാൻ അടിച്ചു വാരുന്നത്. എനിക്ക് ഒരു തലവേദനക്കാരിയാണ് ഞാൻ ഗൈസ്. അതായത് അനങ്ങിയ തലവേദന, എൻ്റെ തലവേദന എന്തെങ്കിലും കാരണം കിട്ടാൻ കാതോർത്ത് നിൽക്കുകയാണ്. അങ്ങനെ ദാ അവിടെ മൊത്തം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയെടുത്ത്, അതായത് ആകെ മൊത്തം പരന്ന് കിടക്കുകയാണല്ലോ. തടുക്കിൻ്റെ ആ ഒരു ഓലക്കൊടിയുടെ എന്താ പറയുക, കുറേ ഈർക്കളായിട്ടും അതിൻ്റെ ഓരോ കൊടികളായിട്ടും ആകെ മൊത്തം ഡിസോർഡറായി കിടക്കേനു. അതൊക്കെ ഒന്ന് നീറ്റാക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരെ വീണ്ടും കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. ചായ ഒന്നും ഉണ്ടാക്കണില്ല വൈകുന്നേരം, ഈ ചൂടത്ത് എന്ത് ചായ. ഇനി ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വേണം കേട്ടോ. സ്നാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചായ മസ്റ്റാണ്. അപ്പോൾ പിന്നെ ചൂടൊന്നുമില്ല. സ്നാക്സ് ഉണ്ടാക്കാനൊക്കെ ഓരോ തോന്നലാണ് കേട്ടോ. ഇന്നിപ്പോൾ ആ തോന്നൽ വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ നല്ല തണുത്ത നാരങ്ങാ വെള്ളത്തിൽ അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനീ പറഞ്ഞ ദാഹവും ചൂടും ഒക്കെ നമ്മുടെ ഐബുട്ടനെയും നല്ലോണം ബാധിക്കണുണ്ട്. അപ്പോൾ കുറച്ച് ഓൻ്റെ ബോട്ടിൽക്കും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അത് കിട്ടണത് വരെ ആൾക്കൊരു സമാധാനം ഇല്ല കേട്ടോ. കടന്നിങ്ങനെ അരിക്കുകയാണ് അതിനും വേണ്ടിയിട്ട്. ഇതിപ്പം ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല, ചെറിയൊരു വ്ളോഗായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ മറക്കാണ്ട് കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.